ഇതിലാണ് നമ്മുടെ അർജുൻ കഴിഞ്ഞ 3 ദിവസമായി കുടുങ്ങിക്കിടക്കുന്നത്. അർജുന്റെ അതിജീവനത്തിനു വേണ്ടി, അർജുന്റെ തിരിച്ചുവരവിന് വേണ്ടി ഒരു നാട് മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ വാഹനത്തിനുള്ളിൽ അതിജീവനത്തിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട്? ഏതായാലും ഇതിന്റെ അധികൃതരൊക്കെ പറയുന്നത് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ്. ഏറ്റവും സേഫ്റ്റിയുള്ള വാഹനങ്ങളിൽ ഒന്നാണ് ഭാരത് ബെൻസ് എന്നാണ് പറയുന്നത്. മണ്ണ് ഇങ്ങനെ ഒഴുകി വന്ന് വളരെ പെട്ടെന്നൊന്നും ഇതിനെ തള്ളി നീക്കുക അതത്ര സാധ്യമല്ല. അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് ഇല്ല എന്ന് സ്കൂബ ഡൈവിംഗുകാരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പുഴയിലേക്ക് വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ സാധ്യത കുറവ് തന്നെയാണ്. 1.7 ടൺ ഭാരം വരുന്ന ഒരു വലിയ കല്ല് വന്ന് ഇതിനകത്ത് അടിച്ചാൽ പോലും ഇതിന്റെ ബോഡി അത് താങ്ങുമെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നിന്ന് ഇതിപ്പം ഈ മണ്ണിങ്ങനെ വലിയ ഉയരത്തിൽ നിന്നാണ് ഒടിഞ്ഞു വരുന്നത്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഒരു വലിയ കല്ല് വന്ന് വീഴുകയാണ് എന്ന് കരുതുക. അങ്ങനെ വന്ന് കരുതി ഇതിന്റെ ബോഡി ഏറ്റവും ടോപ്പിലുള്ളത്, അതായത് അതൊരു 7 ടൺ ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണാൽ പോലും അത് താങ്ങും, ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിന്റെ സൈഡിൽ നിന്ന് ഇതിങ്ങനെ അമർന്നു പോകില്ല, താണു പോകില്ല. അത്രയും സേഫ്റ്റി ഉണ്ട് എന്നാണ് ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ പറയുന്നത്. അപ്പോൾ ഭാരത് ബെൻസ് അങ്ങനെ സാധാരണ രീതിയിൽ ഉള്ളതുപോലെയല്ല, കൃത്യമായി അതിന്റെ ടെസ്റ്റുകളൊക്കെ നടത്തി വന്ന ഒരു വാഹനമാണ്. AC വർക്കിംഗ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 2 ദിവസവും 3 ദിവസവും ഒന്നും ഒരു പ്രശ്നമല്ല. കാരണം അത്രത്തോളം ഡീസൽ ഇതിന്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഒരു ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സാധ്യതയുണ്ട്. കാരണം വണ്ടിയുടെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടിയെങ്കിലും എയർ